തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇത് ആദ്യമായിട്ടല്ല പൊങ്കാല നടക്കുന്നത്. ഇതിനു മുമ്പും പൊങ്കാല നടന്നിട്ടുണ്ട്. ലക്ഷങ്ങൾ പൊങ്കാലയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2002 മുതൽ പൊങ്കാല കാണുന്നുണ്ട് ഞാനും. തിരുവനന്തപുരത്ത് എത്തിയ കാലം മുതൽ അന്നു മുതൽ ഇന്നുവരെ പൊങ്കാല സുഗമമായി നടന്നിട്ടുണ്ട്. തിരുവനന്തപുരം നിവാസികളുടെ അകമഴിഞ്ഞ സഹകരണം, ജാതി മത ഭേദമന്യേ എല്ലാവരും പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കുടുംബങ്ങൾ പോലും വീട്ടിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു പൊങ്കാല ഇടാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി. അങ്ങനെ ഇന്ത്യയുടെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രമായി തിരുവനന്തപുരം മാറി ലക്ഷങ്ങൾ പങ്കെടുക്കുമ്പോഴാണ് ഇത് നടക്കുന്നത് എന്നോർക്കണം. അതേപോലെ തന്നെ എല്ലാവർക്കും ആവശ്യമായ സൗകര്യമൊരുക്കാൻ സർക്കാർ, കോർപ്പറേഷൻ ഒന്നിച്ച് ഇറങ്ങുകയും ചെയ്യാറുണ്ട്. ഒന്നിനും ഒരു കുറവും ഉണ്ടാകാറില്ല. പൊങ്കാല കഴിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നഗരം ശുചീകരിക്കുന്ന ശുചീകരണ തൊഴിലാളികളുടെ പ്രവർത്തനം ദേശീയ തലത്തിൽ പോലും വാർത്തയായി വരികയും ചെയ്തിട്ടുണ്ട്. പൊങ്കാല നടക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ അവലോകന യോഗങ്ങൾ നടക്കും, ക്ഷേത്രത്തിൽ നടക്കും, കോർപ്പറേഷൻ തലത്തിൽ നടക്കും, സർക്കാർ തലത്തിലും നടക്കാറുണ്ട്. അതിനൊക്കെ മുൻകൈ എടുക്കും നഗരസഭ, കോർപ്പറേഷൻ. എന്നാൽ ഇത്തവണ എല്ലാം പാളി. ഇത്തവണ BJP ആണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്. തിരുവനന്തപുരത്തെ ജനങ്ങൾ BJPക്കാണ് ഭൂരിപക്ഷം നൽകിയത്. BJPയുടെ മേയർ VV രാജേഷാണ്. പക്ഷേ ഒരുക്കങ്ങൾ ഒന്നും നടത്തിയില്ല. ക്ഷേത്ര മൈതാനം ചളി നിറഞ്ഞ് കിടക്കുന്നു. മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓടകളുണ്ട്, ഓടകൾ ശുചീകരിച്ചിട്ടില്ല. നഗരസഭയാണ് ചെയ്യേണ്ടത്. ചളി നിറഞ്ഞ മൈതാനത്ത് കല്ലുകൾ പാകിയും മണൽ വിതറിയുമൊക്കെ അത് പരിഹരിക്കാറുണ്ട് എല്ലാ വർഷവും. എന്നാൽ ഇത്തവണ ഒന്നും ചെയ്തില്ല. കുടിവെള്ളം കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നേരത്തെ തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും അവലോകനം നടത്തുകയും ചെയ്യാറുണ്ട് കോർപ്പറേഷൻ, നഗരസഭ. പക്ഷേ ഇത്തവണ അതുമുണ്ടായില്ല. ഇതൊന്നും ചെയ്യാതെ കുറ്റങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെ തലയിലിട്ട് രക്ഷപ്പെടാനാണ് BJPയുടെ കോർപ്പറേഷൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ മേയറും അംഗങ്ങളും BJPയുടെ അംഗങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ സമരം ചെയ്യുന്നു. BJPയുടെ കൗൺസിലർമാർ തന്നെ സമരം ചെയ്യുന്നു. കാര്യങ്ങൾ നേരാവണ്ണം നടത്തേണ്ടവർ തന്നെ അത് പൊളിക്കുന്നു എന്നർത്ഥം. എന്തിനു വേണ്ടി? V ശിവൻകുട്ടി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാം. ആറ്റുകാൽ പൊങ്കാല ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലം ആറ്റുകാൽ പൊങ്കാല നടത്തിപ്പിൽ സഹകരിച്ചു പോകുന്ന ആളാണ്. 3 പ്രാവശ്യം MLA എന്നുള്ള നിലയിലും 1 പ്രാവശ്യം മേയർ എന്നുള്ള നിലയിലും ഒക്കെ ഇപ്പം മന്ത്രി എന്നുള്ള നിലയിലും സഹകരിച്ചു പോവുകയാണ്. അവിടെ ഒരു വിവാദങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. എല്ലാവരും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പോലും എല്ലാവരും സഹകരിച്ചു പോകുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ മുസ്ലിങ്ങളുടെ വീടുകൾ തുറന്നു കൊടുക്കാറുണ്ട്, ക്രിസ്ത്യാനിയുടെ വീടുകൾ തുറന്നു കൊടുക്കാറുണ്ട്. എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരും പൊങ്കാലയായിട്ട് സഹകരിക്കാറുണ്ട്. മറ്റ് മുസ്ലിം സമൂഹത്തിലൊക്കെ പെട്ടവരുടെ വീട്ടിൽ ഒരാഴ്ച മുമ്പ് തന്നെ വന്ന ആൾക്കാർ താമസിക്കുന്നുണ്ട് പൊങ്കാല ഇടുന്നതിന് വേണ്ടി. അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തന്നെ അവർ പരിഹരിച്ചു പോകും. ആരെന്ത് മുതലെടുപ്പിന് ശ്രമിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും പ്രദേശത്ത് ഒരു അല്പസമയം വെള്ളത്തിന് മറ്റോ ഒരു കുറവ് സംഭവിച്ചാൽ ഈ 10-20 ലക്ഷം ആൾക്കാർ വന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതൊന്നും അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിഹരിക്കപ്പെടുക എന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് പകരം ചില സംഘടനകളുടെ കൊടി വെച്ചിട്ട് ഒരു വെള്ളത്തിൻ്റെ ടാങ്കറും കൊണ്ട് കറങ്ങി ഒരു ഷോ നടത്തുന്നത് അത്ര ഗുണപര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഷോയൊന്നും നമുക്ക് ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം. ഇതിനിടയിലാണ് മറ്റൊരു വാർത്ത വന്നത്. ആ വാർത്ത മറ്റൊന്നുമല്ല, സേവാഭാരതി ഇടപെടുന്നു എന്ന്. നേരത്തെ സർക്കാർ ജീവനക്കാർ ചെയ്ത, അതേപോലെ തന്നെ കോർപ്പറേഷൻ ജീവനക്കാർ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച കാര്യങ്ങൾ എല്ലാം ഇത്തവണ സേവാഭാരതിക്ക് ഏൽപ്പിച്ചു. സേവാഭാരതി എന്നാൽ RSSൻ്റെ സന്നദ്ധ സംഘടനയാണ്. സേവാഭാരതിക്ക് ഏൽപ്പിച്ചാൽ സേവാഭാരതിക്ക് അത് വലിയ പബ്ലിസിറ്റിയാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഒത്തുകളി സേവാഭാരതിയും BJP നഗരസഭയും തമ്മിൽ ഉണ്ടായി.
എന്ന് വേണം കരുതാൻ. 5000 വാളണ്ടിയർമാരെ തിരുവനന്തപുരത്ത് ഇറക്കുന്നു സേവാഭാരതി എന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടി? എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കാൻ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് വെള്ളം ടാങ്കറിൽ എത്തിച്ച് നൽകാൻ, മറ്റു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ, പൊങ്കാലയ്ക്ക് ശേഷം നഗരം ശുചീകരിക്കാൻ എല്ലാം സേവാഭാരതിയുടെ വാളണ്ടിയർമാർ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. സർക്കാർ ജീവനക്കാരെ, കോർപ്പറേഷൻ ജീവനക്കാരെ ഒക്കെ മാറ്റി നിർത്തി. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് നഗരസഭയും കോർപ്പറേഷനും. ആറ്റുകാൽ പൊങ്കാല ഇപ്പോൾ ചളിക്കൂണ്ടിലാണ്. ആവശ്യത്തിന് വെള്ളം പോലും ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത്. ഇതിനു മുമ്പും ഇതിനേക്കാളും ആളുകൾ പങ്കെടുത്തുകൊണ്ട് വലിയ പൊങ്കാലകൾ നടന്നപ്പോഴും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നോർക്കണം. ഇപ്പോൾ BJP കോർപ്പറേഷൻ ഭരണത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പൊങ്കാല തന്നെ കൊളമാക്കി മാറ്റിയിരിക്കുന്നു. അതും സേവാഭാരതി വേണ്ടിയുള്ള കളിയാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.